പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. കണ്ണീരോടെയും വേദനയോടെയും ഈ ഭൂമിയുടെ ആഴിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങേ പുത്രൻ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഒരിക്കലും ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാവിധ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് തുണയായി സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ തകർക്കാൻ നോക്കുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തികളിലും എല്ലാം ദൈവവിശ്വാസം ഉൾക്കൊണ്ട് ജീവിപ്പാൻ, ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗാവസ്ഥകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടലിന്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഹൃദയസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും രോഗാവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ മനസ്സിലാക്കണമേ. തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലഡിൽ അണുബാധ മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഓർമ്മക്കുറവ് മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും നീറുന്ന നൊമ്പരങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സ്പൈനൽ കോഡ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് അമ്മേ. അവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. തല മുതൽ ഉള്ളം കാല് വരെയും ഈശോയുടെ തിരുരക്തത്താൽ ഒന്ന് കഴുകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശരീരത്ത് മുറിവുണ്ടായിട്ട് അത് ഉണങ്ങാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പനിയുടെ അസ്വസ്ഥതകൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിഞ്ചു പൈതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന കുഞ്ഞോമനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധ അമ്മയൊന്ന് കടന്നു ചെന്ന് അവരെ ഒന്ന് സ്പർശിക്കണമേ. ഒരു അനുഗ്രഹം ആ മക്കൾക്ക് നേരെ തുറക്കണമേ. അമ്മേ മാതാവേ, എത്രയോ മക്കള് രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ കർത്താവെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. അമ്മേ മാതാവേ, പിഞ്ചു പൈതങ്ങളെ കൈകളിലേന്തി ഇനി മുൻപോട്ട് എങ്ങനെയെന്നറിയാതെ, രോഗത്തിന് ഇനി എങ്ങനെ ചികിത്സിക്കുമെന്ന് പോലും അറിയാതെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എത്രയോ രോഗികളുണ്ട് കർത്താവേ. രോഗക്കിടക്കയിലായി പോയവരുണ്ട് കർത്താവേ. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ കർത്താവേ. ICUലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതത്തിന്റെ കരം അവർക്ക് നേരെ നീട്ടണമേ. ഓപ്പറേഷനായി ഒരുങ്ങുന്ന
മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവരിൽ ചൊരിയണമേ. ഓപ്പറേഷൻ ചെയ്യാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന്റെ കരം അവർക്ക് നേരെ ഒന്ന് നീട്ടണമേ. തക്ക സമയത്ത് അവർക്കൊക്കെ ആവശ്യമായ സാമ്പത്തിക സഹായം കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പുരാനെ. പ്രവർത്തിക്കുന്നിടവൻ നീയാണല്ലോ അപ്പാ. നിന്നിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ നാഥ. ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ നാഥ. കർത്താവേ, ജീവിതത്തിലേക്ക് കടന്നു വരണമേ കർത്താവേ. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഗുരുക്കന്മാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അവരുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകുന്നു. ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിലേക്ക് ഇറങ്ങി വരണമേ. സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. തകർച്ചകളിലേക്ക് ഇറങ്ങി വരണമേ. ദുഃഖങ്ങളെ ഏറ്റെടുക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ദുഃഖങ്ങളെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എത്രയോ മക്കൾ കർത്താവേ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട് കർത്താവേ. വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കണ്ണുനീരും കാണുന്ന തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.